ഇപ്പോൾ യുദ്ധത്തിന്റെ ഗതി മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യയുടെ സ്ഥിതി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഹിസ്ബുള്ളയ്ക്ക് നേരെ, ലെബനനിലുള്ള ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ഒരു വലിയ ശക്തമായ ആക്രമണം, കരയുദ്ധം ഉൾപ്പെടെ ഈ ലെബനന്റെ മണ്ണിലേക്ക് ഇസ്രയേൽ നടത്തുമ്പോൾ ഇറാൻ ഒരു വലിയ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇപ്പോഴിതാ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു അഭ്യർത്ഥന എത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി ഇടപെടണം, ഈ യുദ്ധം അവസാനിപ്പിക്കാനെന്ന്. ആദ്യം പറഞ്ഞത് ഇറാന്റെ ഇന്ത്യയിലുള്ള അംബാസഡറാണെങ്കിൽ ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, നരേന്ദ്രമോദി ഇടപെടണം, ഈ യുദ്ധം അവസാനിപ്പിക്കണം. അതിന് പറയുന്നതിന് കാരണമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേലും ഇതേ ആവശ്യം തന്നെ മുൻപോട്ട് വെച്ചിരുന്നു. അതായത് നരേന്ദ്രമോദിക്ക് ഒരു വലിയ ദൗത്യം കൂടി മുൻപോട്ട് വെക്കുകയാണ്. ഇറാനും ഇസ്രയേലും ഒരുമിച്ച് പശ്ചിമേഷ്യയിലെ പ്രശ്നം തീർക്കാൻ നരേന്ദ്രമോദി ഇടപെടണമെന്ന്. നമുക്കറിയാം, ഉക്രൈൻ റഷ്യ യുദ്ധം തീർക്കാനുള്ള ഒരു ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ത്യ. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇടപെടണം, നരേന്ദ്രമോദി മോദി എന്ന് പേരെടുത്തു പറഞ്ഞു തന്നെയാണ് ഇറാൻ മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഇടപെടണം, ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഇറാന്റെ ഇന്ത്യയിലുള്ള അംബാസഡറാണെങ്കിൽ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞത് ഇസ്രയേലിൻ്റെ അംബാസഡറായിരുന്നു. ഏതായാലും ഇന്ത്യ ഇടപെടും എന്നുള്ള ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന സോഴ്സുകൾ അനുസരിച്ചിട്ട് ഇന്ത്യ ഇതിൽ ഇടപെടും എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. എക്കാലത്തും ഈ ഭീകരവാദത്തിനെതിരാണ്. അതായത് അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കുക, ഒപ്പം തന്നെ പാലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക. ഇതാണ് നമ്മുടെ നിലപാട്. ഏതായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യ ഇടപെടും എന്നുള്ള ഒരു വ്യക്തമായ ഒരു സൂചനകളിലേക്കാണ് ലോകം പോകുന്നത്. കാരണം ഇറാനും ഇസ്രായേലും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ഇടപെടണം, നരേന്ദ്രമോദി ഇടപെടണമെന്നാണ്. നമുക്കറിയാം, ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാന നീക്കത്തിലാണ്. ഈ മാസം 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തുകയും വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഉക്രൈൻ ഈ റഷ്യ യുദ്ധം അവസാനിച്ചേക്കും. ഏതായാലും അതിനു മുൻപ് തന്നെ ഒരുപക്ഷെ ഇസ്രയേൽ ഇറാൻ ഈ യുദ്ധത്തിൻ്റെ ഇല്ലെങ്കിൽ ആ ഒരു വലിയ സംഘർഷത്തിൻ്റെ സാധ്യതകൾ ഇന്ത്യ ഇടപെട്ട് ഇല്ലാതാക്കിയേക്കാം. ന്യൂസ് ഡെസ്ക് മലയാളം.